ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കറിച്ചിട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ബേബി പൊട്ടാറ്റോ, അതായത് കുഞ്ഞ് ഉരുളക്കിഴങ്ങ്, ചെറിയ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ഫ്രൈ ആണ് ചെയ്യാൻ പോണത്. നല്ല റോസ്റ്റായിട്ട് നല്ല അടിപൊളിയായിരിക്കും. ചപ്പാത്തിക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഡിഷാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കിലോയുടെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഇതിലൊരു 1/2 കിലോയോളം നമ്മൾ യൂസ് ചെയ്യുകയാണിപ്പോൾ. ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നന്നായിട്ട് ഇതിനെ കഴുകി വൃത്തിയായിട്ട് എടുക്കണം. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഡിഷാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് നമ്മളൊരു കുക്കറിലിട്ടിട്ട് ഏകദേശം 1 വിസിലോളം മതിയാവും നമുക്കിതിന്. ഇത് മുങ്ങി നിൽക്കുന്ന അത്രയും വെള്ളം കൂടെ ഒഴിക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ആറിയതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയണം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാം റെഡിയാക്കി മാറ്റി വയ്ക്കുക. ഇനി നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. സോ ഇതിൽ നമുക്ക് കുറച്ച് ജീരകവും പെരിഞ്ജീരകവും പിന്നെ അതുപോലെ തന്നെ കറുവപ്പട്ടയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടി, ഏകദേശം 1.5 സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ ഇതൊരു 3 സ്പൂണോളം ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുരുമുളക് പൊടി ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നമുക്ക്. ഇത് നന്നായിട്ട് വറുത്തതിന് ശേഷം നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ പൊടിച്ചെടുക്കാം. ഇനി ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് കുറച്ച് എണ്ണ ചൂടാകാൻ വയ്ക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് ഇടാം. കടുക് പൊട്ടുന്നതിനോടൊപ്പം നമുക്ക് കുറച്ച് നമ്മൾ റെഡിയാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഇതിനെ നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്.
നമ്മളിനി നേരത്തെ റെഡിയാക്കി വെച്ച ചെറിയ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ ഇത് 2 കഷ്ണമായിട്ടൊക്കെ ഇടാം, മുഴുവൻ ഇട്ടാലും കുഴപ്പമില്ല. എന്തായാലും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അകത്തൊക്കെ നന്നായിട്ട് മസാല പിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 കഷ്ണമൊക്കെ ആക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള അത്ര ക്വാണ്ടിറ്റിയിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മസാല പൗഡർ ഇതിനകത്തേക്ക് ചേർക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഉരുളക്കിഴങ്ങിലൊക്കെ നന്നായിട്ടൊന്ന് മസാല പിടിക്കുന്ന രീതിയിൽ നമുക്ക് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സംഭവം ഇപ്പം റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് ഉരുളക്കിഴങ്ങുകളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. മസാലയൊക്കെ നല്ല സെറ്റായി. ഇനി നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിൽ നിന്ന്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതുകൊണ്ട് ചപ്പാത്തിക്കാവട്ടെ ചോറിനാവട്ടെ എല്ലാത്തിനും നല്ല രസമായിട്ട് കഴിക്കാം. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.